إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أفحكم الجاهلية يبغون ومن أحسن من الله حكما لقوم يوقنون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ആ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മഹാനായ നബി കരീം ഹബീബുന വ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ആ പ്രവാചകൻ്റെ സ്വഹാബാക്കളിൽ പ്രമുഖനായ ഇസ്ലാമിൻ്റെ മികച്ച കുതിരപ്പടയാളി എന്നറിയപ്പെട്ട മഹാനായ മിഖ്ദാദ് ഇബ്നു അസ്വദ് എന്നറിയപ്പെട്ട മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വളരെയേറെ ഭീതിയും അതുപോലെ തന്നെ സമ്മർദ്ദവുമുള്ള സന്ദർഭങ്ങളിൽ യുദ്ധക്കളത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടും പോർക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും കണ്ടപ്പോൾ സ്വഹാബത്തിൽ പലരും ആഗ്രഹിച്ചതായി കാണാം, മിഖ്ദാദ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് കാണാം. ആ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അല്പകാലം ജീവിച്ചിട്ടുണ്ട്. ശേഷം സ്വഹാബത്തിൻ്റെ പതിവ് പോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ അറിവുകൾ ശേഷമുള്ള ആ പ്രവാചകനെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത, എന്നാൽ സ്വഹാബത്തിനെ കണ്ട താബിഈകൾക്ക് എത്തിച്ചു കൊടുക്കൽ സ്വഹാബത്തിൻ്റെ പതിവാണല്ലോ. അങ്ങനെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു
താൻ ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരാൾ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു സന്ദർഭം കാണാം. അദ്ദേഹം പറയാണ്, തൂബ ലിഹാതൈനിൽ ഐനൈനി ലതൈനി റഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ലാസ്സിലിരിക്കുന്ന ഒരാളാണ്. അയാളിങ്ങനെ ഈ സ്വഹാബിനെ നോക്കിയിട്ട് പറയാണ്, തൂബ, എത്ര ഭാഗ്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റിയ ഈ കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലവദിദ്നാ അന്നാ റഅയ്നാ കമാ റഅയ്ത വശഹിദ്നാ മാ ഷഹിദ്. ഞങ്ങൾ ആഗ്രഹിച്ചു പോവുകയാണ് താങ്കളെ പോലെ നബിയെ കാണാനും സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനും ഒക്കെ ഞങ്ങൾക്കും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ വരാറുള്ള ഒരു ചിന്തയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും ആ കാലഘട്ടത്തിൽ ജീവിക്കാനൊക്കെ. പക്ഷെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അദ്ദേഹത്തോട് പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് തരാത്ത അവസരത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനു നിരാശപ്പെടുന്നു? അത് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുവെന്ന്. നിങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നുള്ളതുപോലെ വിശ്വാസിയാകുമെന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? കാരണം എന്താണെന്നറിയോ? അന്ന് ഞങ്ങളോടൊപ്പം ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണു നിറയെ കണ്ട പലരും ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല വിശ്വാസിയായിട്ട്. അവർ നരകത്തിൻ്റെ കക്ഷികളായി അള്ളാഹു എടുത്തു പറഞ്ഞവരുമുണ്ട്, ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് കിട്ടാത്ത അവസരത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതപ്പെടാതെ നിങ്ങൾ ഇന്ന് സത്യവിശ്വാസിയായി ജീവിക്കാൻ അള്ളാഹു എന്ന തൗഫീഖ് ഇതിനോർത്ത് അള്ളാഹുവിന് സ്തുതികൾ നടത്തുക. ഇത് അദ്ദേഹം കൊടുത്ത മറുപടിയാണ്. എന്നിട്ട് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വെറുതെ അല്ല, ഇവിടെയാണ് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം. നമ്മൾ വിചാരിക്കും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്താ റസൂലിൻ്റെ കൂടെ ഉണ്ടാവുന്നൊക്കെ, അതൊരാഗ്രഹമാണ്. പക്ഷേ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയണേ, എന്താണ് മക്കൾ അവിടുത്തെ അവസ്ഥ എന്നറിയോ? ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയാം, വല്ലാഹി അല്ലാഹുവെ തന്നെ സത്യം, ലഖദ് ബഅസ അല്ലാഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അശദ്ദി ഹാലിൻ ബഅസ അല്ലാഹു നബിയ്യൻ മിനൽ അംബിയാ മിൻ ഫീ ഫിത്രത്തിൻ മിനൽ ജഹലിയ്യ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ആ സമുദായം ഉണ്ടല്ലോ, ആ സമൂഹം അത്രയും കഠിനവും അജ്ഞതയുമുള്ള ഒരു കാലഘട്ടത്തിൽ, ഒരു വേളയിൽ ഇറങ്ങിയ മറ്റൊരു പ്രവാചകൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അശദ്ദ് ഹാൽ, അങ്ങേയറ്റം കഠിനമായിരുന്നു ആ സമയത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അതിനെ വിളിക്കപ്പെടുന്ന പേരാണ് ജാഹിലിയ്യ കാലഘട്ടം. സാങ്കേതികമായി കാലഘട്ടമെന്ന് ചേർത്ത് പറയുമെങ്കിലും ആ കാലത്ത് ജീവിച്ച സാമൂഹ്യ വ്യവസ്ഥിതി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ലോകത്ത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാശി പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇത്രയും ആരാധനയുടെ കാര്യങ്ങളാണെങ്കിലും വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും നാട്ടാചാരങ്ങളാണെങ്കിലും വ്യവസ്ഥകളാണെങ്കിലും ഇത്രയും മ്ലേച്ഛവും അന്ധകാരത്തിലും ജീവിച്ച മറ്റൊരു സമുദായം ഉണ്ടാവുകയില്ല. അത്രയും, അതുകൊണ്ടാണ് ജാഹിലിയ എന്നവരെ വിശേഷിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജാഹിലിയത്തിന് പ്രത്യേകമായി പല സന്ദർഭങ്ങളിലും പേരെടുത്തു വെച്ച് തന്നെ ആ ജാഹിലിയത്ത് ദുഷിച്ച സംസ്കാരത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും മുഅ്മിനുകൾക്ക് താക്കീതുകൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ വിഷയം ഞാൻ ഉദ്ദേശിക്കുന്നത്, ജാഹിലിയത്തിൽ നിന്നും ഇസ്ലാം കടന്നു വന്നതിന് ശേഷം ജാഹിലിയത്തിൻ്റെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന സത്യവിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ പേരെടുത്തുകൊണ്ട് ജാഹിലിയത്തിനെ ഓർമ്മപ്പെടുത്തും. എന്തിനാണെന്നറിയോ? ആ സംസ്കാരത്തിലേക്ക് മടങ്ങല്ലേ നിങ്ങൾ, ആ വിശ്വാസത്തിലേക്ക് പോകല്ലേ നിങ്ങൾ, ആ ആചാരങ്ങളിലേക്ക് അതിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാകരുത് നിങ്ങൾക്ക് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞു. സൂറത്തു മാഇദയിൽ അല്ലാഹു പറയാണ്, അഫഹുകുമൽ ജാഹിലിയത്തി യബ്ഗൂൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹുക്കുമുൽ ജാഹിലിയാണോ? അല്ലാഹു പറയാണ്, ഹുക്കുമുൽ ജാഹിലിയ, ജാഹിലിയത്തിലെ വിധി ന്യായങ്ങൾ ഒരുപാട് പറയാനുണ്ട്.
പറയുമ്പോൾ നീതിയാണെന്ന് വിശ്വസിക്കും. പക്ഷെ ആ നീതി യഥാർത്ഥ നീതിയല്ല. പണക്കാരന് വേറെ, ഉയർന്ന കബീലയിലുള്ളവന് വേറെ. അതുകൊണ്ട് ആ ഹുക്കുമ്, ആ നീതി, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖുർആനിലൂടെയും പ്രവാചകന്റെ ഹദീസിലൂടെയും പഠിപ്പിച്ച നീതിയുണ്ടല്ലോ, ആ നീതിയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതോ പഴയ നീതിയാണോ? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, ബന്നുൽ ജാഹിലിയ സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉഹുദിന്റെ ഒരു സന്ദർഭമാണ്. ഉഹുദിന്റെ സന്ദർഭം നമുക്കറിയാം. ഒരുപാട് പാഠങ്ങൾ മുസ്ലിമുകൾ പഠിച്ചു, വിശ്വാസികൾ പഠിച്ചു. എവിടെയാണ് പതറിയത്, എവിടെയാണ് തകരാറ് സംഭവിച്ചതൊക്കെ പഠിച്ചു. ശേഷം അള്ളാഹു ഒരു മയക്കം കൊടുത്തു. ആ മയക്കത്തിൽ വിശ്വാസികൾക്കൊരു ഉണർവൊക്കെ കൊടുത്തു. പക്ഷേ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, ഇവർ കൂടെ ഉണ്ട്, മുസ്ലിങ്ങളെ കൂടെ ഉണ്ട്. പക്ഷേ അവർക്ക് മരണത്തെ വല്ലാതെ ഭയം. അവർ പരസ്പരം പഴിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതല്ലേ വേണ്ടെന്ന്, ഇറങ്ങണ്ടെന്ന്. അള്ളാഹ് എന്ന വാഗ്ദാനം എവിടെ? അള്ളാഹിനെ കുറിച്ചുള്ള അവരുടെ ഈ ചിന്ത, അത് ജാഹിലിയത്തിന്റെ ചിന്തയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു, വന്നുൽ ജാഹിലിയ. അള്ളാഹ് എടുത്തു പറയാണ്, വേണ്ടട്ടോ, ആ ജാഹിലിയത്തിലേക്ക് മടങ്ങണ്ട. അത് ജാഹിലിയത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള വിചാരമാണ്. വീണ്ടും പരിശോധിച്ചാൽ കാണാം, ഹമിയത്തുൽ ജാഹിലിയ, ജാഹിലിയത്തിലെ ആ ദുരഭിമാനം, അന്തസ് നോക്കിയിട്ട് ചില വിഷയങ്ങളിൽ ചില ആളുകൾ നിലപാടെടുക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫത്ഹിൽ പറഞ്ഞു, ഇദ് ജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിം ഹമിയതൻ ഹമിയത്തുൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിലെ ദുരഭിമാനം, അന്തസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഉംറ നിർവഹിക്കാൻ വേണ്ടി വരികയാണ്. യഥാർത്ഥത്തിൽ അവരുടെ പൊതു നിയമപ്രകാരം ആ ഹറമിനെ തൊട്ട് ഒരാളെയും തടയാൻ പാടില്ലെന്നാണ്. പക്ഷെ അവരുടെ മനസ്സിൽ ആ ദുരഭിമാനം സമ്മതിക്കുന്നില്ല. കാരണം ഇവരെങ്ങാനും ഉംറ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലോകം മൊത്തം അറിയുമല്ലോ, മുശ്രിക്കുകൾ തോറ്റു, മുഹമ്മദ് കൂട്ടരും സുഖമായി ഉംറ കഴിഞ്ഞു പോയി. അതുകൊണ്ട് സമ്മതിച്ചില്ല. ഹുദൈബിയ സന്ധിയുടെ കരാറിലൊന്നും അതായിരുന്നല്ലോ, ഇത്തവണ വേണ്ട ഉംറ. അല്ലാഹ് പറഞ്ഞു, ആ ദുരഭിമാനം ഉണ്ടല്ലോ, ആ ദുരഭിമാനം അത് നിങ്ങൾക്ക് വേണ്ട. അത് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ വിഷയം പറഞ്ഞുകൊണ്ട്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് അഹ്സാബിൽ, വലാ തബറുജ്ന തബറുജുൽ ജാഹിലിയത്തിൽ ഊലാ. സ്ത്രീകളെ കുറിച്ച് പ്രത്യേകം പറയാൻ, നിങ്ങളെ ആ ജാഹിലിയത്തിൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയില്ലേ സൗന്ദര്യം പ്രകടിപ്പിച്ചിട്ട്, പുരുഷന്മാരുള്ള സമ്പർക്കവും ആടിയും മുഴഞ്ഞും ഒക്കെ, അത് വേണ്ടട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവിടെ പറ. അപ്പൊ ജാഹിലിയത്തിനെ പ്രത്യേകമായി, കാരണം ആ സംസ്കാരം ഇനി വേണ്ട, നിങ്ങൾക്ക് കിട്ടിയത് വെളിച്ചമാണ്, ഇരുട്ടിലേക്ക് ഇനി മടങ്ങല്ലേ. നിങ്ങൾ വിശ്വാസമാണെങ്കിലും സാമൂഹ്യപരമായി നിലനിൽക്കുന്ന ആചാരങ്ങളാണെങ്കിലും മടങ്ങല്ലേ എന്നിങ്ങനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തും. ഇനി വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുമായിട്ടുള്ള ചില ഇടപെടലുകൾ കാണാം. അബൂദർ റളിയല്ലാഹുമായി ബന്ധപ്പെട്ടൊരു സംഭവം. അതിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഒരു വാക്ക് വന്നുപോയി, മറ്റുള്ളവന് വേദന ഉണ്ടാക്കുന്നൊരു വാക്ക്. അപ്പോൾ മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചെന്തെന്നറിയോ? ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയ. നീ ആ ജാഹിലിയത്തിൻ്റെ ശേഷിപ്പുള്ള ഒരാളാണ് കേട്ടോ. അത് വല്ലാതെ താങ്ങാൻ കഴിഞ്ഞ സ്വഹാബത്തിന്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം എന്തു പറയണം, എങ്ങനെ പറഞ്ഞാൽ അവരുടെ മനസ്സിലൊക്കെ അത് ഇറങ്ങൂന്ന്. മറ്റൊരു സന്ദർഭം മുഹാജിറുകളും അൻസാറുകൾക്കിടയിലുണ്ടായ ഒരു സന്ദർഭമാണ്. മുഹാജിർ അൻസാറുകൾ ഖുർആൻ എത്ര പോരിശയോട് പറഞ്ഞതാ. ആ മുഹാജിറും അൻസാറുകൾക്കിടയിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായപ്പോൾ ഒരാൾ യാ മുഹാജിർ എന്നൊരു വിളിച്ചു. അഥവാ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തൻ്റെ കൂടെയുള്ള കക്ഷികളെ വിളിക്കുന്ന വിളി മുഹാജിർ യാ അൻസാർ എന്ന് മറ്റാളും വിളിച്ചു. അങ്ങനെ പ്രശ്നം ഗുരുതരമാകാൻ പറ്റി മുനാഫിക്കുള്ള പണി വേറെ നടക്കുകയാണ്. അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ദഅവൽ ജാഹിലിയ, ഇത് ജാഹിലിയത്തിന്റെ വിളിയാണ്, നമുക്കുള്ളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണർത്തുകയാണ്, പഴയതിലേക്ക് മടങ്ങല്ലേ. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സംസ്കാരം, നമ്മളൊരു കാലഘട്ടം അത് സാങ്കേതികമായി പറഞ്ഞുവെങ്കിലും ആ സംസ്കാരം ഇന്നും തലമുറകളായി കൈമാറി ഇന്നും നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംസ്കാരം, അവരിലുണ്ടായ അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, ചില സാമൂഹിക വ്യവസ്ഥകൾ, ഇതൊക്കെ നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കിടയിൽ ഉണ്ടെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി, ശകുനം നോക്കൽ, ലക്ഷണം നോക്കൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കുണ്ടായ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആചാരമായിരുന്നു. അതായത് അതിനെ തത്വയ്യറത്ത് എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു പക്ഷിയെ പറപ്പിക്കും. എന്നിട്ട് ആ പക്ഷി വലതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തോ, നീ മുന്നോട്ട് പോയിക്കോ, അത് നല്ല സൂചനയാണ്. അത് ഇടതു ഭാഗത്താണ് പോകുന്നതെങ്കിൽ അത് ലക്ഷണമാണ്. ഇതാണ് തൊയ്യറത്ത്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ പറയുമെങ്കിലും ഇന്ന് പ്രകടമായ ജാഹിലിയത്തിൽ നിന്നും വന്ന ഈ ഒരു
വീക്ഷണ വൈകല്യം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ, അത് ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിടയിലുള്ള ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നമുക്കില്ലാത്തതാണ് ഈ സാധനം. നമ്മൾ പറയും നമ്മൾ മുഅ്മിനുകളല്ലേ, നമ്മൾ മുസ്ലിങ്ങളല്ലേ, പക്ഷേ ജാഹിലിയത്തിലെ ആ ദുഷിച്ച വിശ്വാസം ഇന്നും പേറി നടക്കുന്നു നമ്മുടെ സമുദായം, ഇന്നും പേറുന്നു നമ്മുടെ വീടുകളിൽ. പരിശോധിച്ച് നോക്കണം നമ്മൾ. അന്ന് പക്ഷിയെ പറപ്പിക്കലാണെങ്കിൽ ഇന്ന് പല രൂപത്തിലും പല കോലത്തിലുമാണ്. ഏതൊക്കെ വിഷയം എന്നറിയാം, ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളിങ്ങനെ വീട്ടിൽ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം മറന്നുപോയാൽ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, മറന്നു പോയാൽ പിന്നെ ആ കാര്യം നടക്കൂല. അല്ലെങ്കിൽ കൂടെയുള്ള ഒരാൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയാൽ ദുശകുനം, അവലക്ഷണം, ശരിയാവൂല, കാര്യം നടക്കൂല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കയറി ആര് പഠിപ്പിച്ചു ഈ ആദർശം? പോകുന്ന വഴിക്ക് ആരെങ്കിലും പുറകേന്ന് വിളിച്ചാൽ കഴിഞ്ഞ്, പുറകേന്ന് വിളിച്ച് നല്ലൊരു കാര്യത്തിന് പോകണല്ലേ, ഇത് ആരെ വിശ്വാസം? നമ്മുടെ വിശ്വാസമായി മാറി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി കറുത്ത പൂച്ച തന്നെ വട്ടം ചാടി എന്ന് വിചാരിക്കുക. കറുത്ത പൂച്ച എന്താ നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു വല്ലാത്ത ഞെരിപ്പായിരിക്കും. പൂച്ച വട്ടം ചാടിയല്ലോ, പോണ കാര്യം നടക്കൂലേ? ഇതാരാ ചിന്തിക്കണത്? ജാഹിലിയത്തിൽ നിന്നും ഇസ്ലാമിൻ്റെ വെളിച്ചം കിട്ടി മുസ്ലിം എന്ന് പേരുള്ള നമ്മൾ ഒരു പൂച്ച വട്ടം ചാടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നു ശകുനപ്പിഴ, ലക്ഷണം ശരിയാവൂല, ഇത് നല്ല സൂചനയല്ല. ഒരു കച്ചവടത്തിനു വേണ്ടി രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ഫോൺ കോള്, ആരെങ്കിലും കടം ചോദിക്കുകയാണ്. പടച്ച റബ്ബേ, ഒരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയാണ്, കടം ചോദിച്ചു, ഇന്ന് തീർന്ന് മൊത്തം കടമായിരിക്കും. ആരെങ്കിലും ഒരാൾ ആദ്യം വന്ന് കച്ചവടം ചെയ്തപ്പോൾ എഴുതാൻ പറഞ്ഞു ബുക്കിൽ, മനസ്സിൽ വല്ലാത്ത വേവലാതി, ഇന്നത്തെ ദിവസം മൊത്തം കടമായിരിക്കും, കഴിഞ്ഞു. ഇത് നമ്മളിലില്ലേ ഈ ശേഷിപ്പ്? ഇനി ഒന്നുകൂടെ മുന്നിലേക്ക് പോയി നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ ഉദാഹരണം നമുക്കിടയിൽ കാണുന്ന ഏറ്റവും വലിയ ദുഷിച്ച സംസ്കാരമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട കാരണവന്മാർ, നിങ്ങളുടെ നാവിൽ നിന്ന് പുതുതലമുറ ഇത് പഠിക്കല്ലേ, ഒരപേക്ഷയാണ്. പുതുതായി വരുന്ന വീട്ടിൽ വരുന്ന മരുമകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഓളങ്ങോട്ട് കയറിന് ശേഷം ഉണ്ടല്ലോ, അവനങ്ങോട്ട് കയറിന് ശേഷം പിന്നെ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല എൻ്റെ മോനിക്ക് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക്. ആ കല്യാണം വന്നതിന് ശേഷം പിന്നെ വീട്ടിൽ രോഗമാണ്, മരണമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എന്നിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെ കഥ പറയാണ്. 2018 വരെ കുഴപ്പമില്ല, പക്ഷെ 18-ലാണല്ലോ മറ്റവൻ്റെ കല്യാണം കഴിഞ്ഞ്. അതിന് ശേഷം ഉണ്ടല്ലോ പിന്നെ വീട്ടിൽ ഒരു ദാരിദ്ര്യമാണ്, വീട്ടിൽ വല്ലാത്ത പ്രയാസമാണ്. എന്ന് ആലോചിച്ച് നോക്കും. ഒരു വ്യക്തിയിലേക്ക് ഉപകാരമോ ഉപദ്രവമോ വരാൻ അള്ളാഹ് സബബാക്കിയോ? അള്ളാഹ് നമ്മളോട് പറഞ്ഞോ? ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആ ദുഷിച്ച ജാഹിലിയ സംസ്കാരം ഉണ്ടല്ലോ, അത് ശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാണ് മറ്റോൻ. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ മക്കളെ കുറിച്ചാണ് വല്ലോനും പറയുന്നെങ്കിൽ നമുക്ക് സഹിക്കില്ല. നമുക്ക് മറ്റുള്ളവൻ്റെ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയാൻ എന്താ വാക്കിൻ്റെ ആഴമെന്നറിയുമോ? ഒരു കുടുംബം നശിപ്പിച്ചു. കാരണം എന്താ? ആ തകർച്ചക്ക് കാരണം മറ്റുള്ള കയറി വന്നുകൊണ്ടാ, അല്ലെങ്കിൽ അവനിങ്ങനെ വന്നതുകൊണ്ടാ. ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ ഞാൻ പണ്ടേ വിചാരിച്ച് ഇവനെ കൊണ്ടൊരു യാത്ര പുറപ്പെട്ട് അവിടെ നടക്കൂല. ഇത് നമുക്കിടയിൽ നടക്കുന്നൊരു കാര്യമല്ലേ? ഈ സംസാരങ്ങളൊക്കെ അതൊക്കെ ആ ശകുനം, ആ തുയറത്തിൻ്റെ ലക്ഷണങ്ങളിൽ ചിലതാണ്, ചില പ്രകട ഭാഗങ്ങളാണ്. ഇനിയും നമ്മൾ വെച്ച് ചില വീടുകളിലേക്ക് കയറുമ്പോൾ ആൾക്കാർ പറയും ശരിയായി കേട്ടോ. ഇനി വീട്ടിൽ കയറുമ്പോൾ എന്താ അതിൻ്റെ പണികളൊക്കെ? ഒരു വീടെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യങ്ങൾ ആലോചിക്കൂല. എന്നിട്ട് അവസാനം കയറിയതിന് ശേഷം നമ്മൾ പറയും ഈ വീട്ടിൽ കയറിയ ശേഷം ഒരു സമാധാനമില്ല, ഈ വീട്ടിൽ കയറിയ ശേഷമാണ് പല തകർച്ച ഉണ്ടായത്, നല്ല ബിസിനസ്സായിരുന്നു, ഒക്കെ പോയി. അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും വിശ്വാസമാണ്, ഇതുവരെ കുഴപ്പമില്ല, പക്ഷേ ഇവനെ കയറ്റിയതിന് ശേഷം പിന്നെ സമാധാനം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിത് ഉണ്ടാവരുതേ. ഇനി നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് വിഷയം. രാവിലെ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഒരു കാലിക്കൊട്ടയാണ്, അല്ലെ ഒഴിഞ്ഞ ഒരു ചാക്ക്, ഇന്നും ആ വിശ്വാസം പേർന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു ചൂല് കണ്ടാൽ മതി, വല്ലാത്ത ബേജാറാണ് ചില ആളുകൾക്ക്. അതേപോലെ തന്നെ കരിനാക്ക്, ചില ആൾക്ക് കരിനാക്ക് വളച്ചു പറഞ്ഞു. ഇതിങ്ങനെ എണ്ണിപ്പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത് ശിർക്ക് എന്ന പരിധി വരുത്തിയെന്നറിയോ? നമ്മൾ നിസ്സാരാക്കി കളയണത്.
ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാണെന്ന് കരുതുന്നു. ഇത് നമുക്കിടയിലുള്ള കാര്യമല്ലേ. നമ്മുടെ വാപ്പമാർ, നമ്മുടെ വല്യപ്പമാർ മുതൽ ഇങ്ങനെ കൈമാറി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദയവ് ചെയ്ത് പുതിയ തലമുറക്ക് ഈ ദുഷിച്ച സംസ്കാരം വർത്താനം പകർന്നു കൊടുക്കല്ലേ. അവരിങ്ങനെ അവരെ തലമുറക്കും കൊടുക്കും. ഈ സംസ്കാരം നമ്മളുടേതല്ല. കാരണം അള്ളാഹുവാണ് ഖൈറും ഷർറും തീരുമാനിക്കുന്നത്. അള്ളാഹ് സബബാക്കിയിട്ടില്ല. ഒരു പക്ഷിയെയോ ഒരു മൃഗത്തെയോ ഒരു പല്ലി ചലച്ചാലോ ഒന്നും ഒരു ഖൈറുണ്ടാകുമെന്നോ ഷെറ് തടയുമെന്നോ ഷെറ് ഉണ്ടാകുമെന്നോ അള്ളാഹ് സബബാക്കിയിട്ടില്ല. അള്ളാഹ് കാരണമാക്കിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് കാരണമാക്കാത്തൊരു കാര്യം നമ്മളിതിന് കാരണമാക്കണം. ഇതൊക്കെ നടക്കുന്ന അള്ളാന്റെ കഥ കൊണ്ടല്ലേ. അതിന് ഇവർക്കെന്ത് കാര്യം? അപ്പൊ ഇതിന് പങ്കുചേർക്കലാണ്. അതുപോലെ തന്നെ ഒരു ഉപകാര ഉപദ്രവം ഇതിലൂടെ മറഞ്ഞ വഴി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാലോ വലിയ ശിർക്കുമായി. ഇതാണ് ഉപകാരം ഉപദ്രവം ഉണ്ടാക്കുന്നത്, ഇവനാണ് സാധനം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുക. വലിയ ശിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ശിർക്കും ചെറിയ ശിർക്കും ആരെ പറഞ്ഞുപോയി. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഷിർക്കൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വർഗത്തെ തടയുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ ഏതാണെങ്കിലും അതിൻ്റെ ഗൗരവം വലുതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അവലക്ഷണങ്ങളും ശകുനപ്പിഴകളും ഒന്നൊരു വിശ്വാസിക്ക് പാടില്ല. കാരണം അത് കഴിഞ്ഞു, അത് ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. നമ്മളത് കൊണ്ടുവരണ്ട, നമ്മളത് താങ്ങണ്ട, അതൊന്ന് പേടി നടക്കണ്ട. നമ്മൾ വിശ്വാസികളാണ്. നമുക്ക് ഉറച്ചൊരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവേ, നീ തന്നതേ എനിക്ക് കിട്ടുള്ളൂ. നീ തടഞ്ഞു തരാൻ ഒരാൾക്കും വഴിയില്ല. അല്ലാഹുവേ, ഖൈറുകൾ തീരുമാനിക്കുന്നവൻ നീയാണ്, ഹസനാത്തുകൾ നൽകുന്നവൻ നീയാണ്. അതുകൊണ്ട് ഒരു പക്ഷിക്കോ ഒരു വ്യക്തിക്കോ ഒരു മൃഗത്തിനോ ഒരാൾ തിരിച്ചു വിളിച്ചാലോ, ഒരു ചൂല് കണ്ടാലോ, ഒരു കാലിക്കൊട്ട കണ്ടാലോ, ഒരാൾ കടം വാങ്ങിച്ചാലോ, ഒരാൾ വീട്ടിൽ പുതുതായി മരുമകനോ മരുമകളോ ആയി കടന്നു വന്നാലോ, ജോലി സ്ഥലത്ത് പുതിയ സ്റ്റാഫ് വന്നാലോ ഒന്നും ആ ഖൈറും ഷർറും വേർതിരിക്കുന്ന കാര്യമല്ല. അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇത് അടിയുറച്ച് വിശ്വസിച്ച് നോക്ക്. കുറച്ചൊരു പ്രയാസത്തെ ആൾക്കാർക്ക് ഉണ്ടാവും. കാരണം ഇത് കാലങ്ങളായി ഇതൊക്കെ ശരി തന്നെയാണല്ലോ എന്നുള്ള വിശ്വാസത്തിലെ ആൾക്കാർക്ക്. മനസ്സിലായോ? ചില ഹദീസുകൾ, ആ ഹദീസിൽ ചില ദുർബലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നതായി കാണാം, അങ്ങനെ ഒരു മനസ്സിങ്ങനെ ഒരു സംഭവം തോന്നി. സ്വാഭാവികമാണല്ലോ, മനസ്സിങ്ങനെ തോന്നി. അപ്പോൾ എന്ത് പറയണം? അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വലാ ഇലാഹ ഖൈറുക. ഇതിങ്ങനെ പറഞ്ഞേക്കണം. അഥവാ മനസ്സിൽ വിചാരിച്ച അല്ലാഹുവേ, ഇതൊന്നുമല്ല, എൻ്റെ റബ്ബ് തീരുമാനിച്ച ഖൈർ അതേ നടക്കുള്ളൂ, അതേ ഖൈറുള്ളൂ. അള്ളാഹു എനിക്കൊരു ഷെറ് ഉണ്ടാക്കിയാൽ ആ ഷെറ് നമുക്ക് വരും. ആ ഷെറിനെ തടയാൻ അള്ളാഹ്ക്കേ പറ്റുള്ളൂ, ആ ഖൈർ തരാൻ അള്ളാഹ്ക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കുക, അള്ളാഹുവിനോട് ഷെറിനെ തൊട്ട് തടയാൻ റബ്ബിനോട് ആവശ്യപ്പെടുക. അള്ളാഹു വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. പ്രിയമുള്ള സഹോദരൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കളോട് ആ ജാഹിലിയത്ത് അറിഞ്ഞവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്നത് മനസ്സിലാകും. അവർക്ക് പേടിയാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു വന്നിട്ട് വീണ്ടും അത് തന്നിൽ അവശേഷിക്കുന്നു എന്ന് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ഈ മുന്നിൽ സൂചിപ്പിച്ച വിഷയമുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴെങ്കിലും നമുക്കൊരു സ്വയം ചിന്ത ഉണ്ടായിട്ടുണ്ടോ? പഠിച്ചോനെ അല്ലാഹുവേ, ഞാനിങ്ങനെ ചിന്തിച്ചോ, എനിക്കങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ, ഒന്ന് തൗബ ചെയ്യാൻ ഇതൊന്നും പാടില്ലല്ലേ, ഇതൊന്നും ശരിയല്ലല്ലേ, അങ്ങനെ തോന്നലാണോ വന്നത്? അല്ലെങ്കിൽ ഇയാളെന്താ ഈ പറയുന്നത്, ഇതൊക്കെ പണ്ട് മുതലുള്ളതല്ലേ, അതാണ് നമുക്ക് തോന്നിയത്? നബിയും സഹാബത്തും വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയതാണ് മുന്നിൽ സൂചിപ്പിച്ചത്. കൃത്യമായി പറഞ്ഞു, ഷിർക്കാണ്. അത് ഷിർക്കാണ്. അത് ഏതെങ്കിലും ഒരു സംഘടന പക്ഷപാതത്തിൽ പറയേണ്ട വിഷയമല്ല. അത് ഉലമാക്കൾ കൃത്യമായതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ, സങ്കടമാകുമെന്നറിയെങ്കിലും പറയാണ്. ഒരു വീട്ട് കൂടൽ, നമ്മുടെ ഗൃഹപ്രവേശം, ഇനി അതിനു മുമ്പ് ആ കുറ്റിയടിക്കലുണ്ടല്ലോ, കന്നിമൂല നോക്കൽ, അത് ചെയ്യാത്തവർ എനിക്കൊന്ന് വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ അറിയില്ലാത്ത കാലഘട്ടം ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള പരിഹാരവും പറഞ്ഞുതരാം. ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അതൊന്നും നമുക്ക് പഠിപ്പിച്ച കാര്യം, സുന്നത്താക്കപ്പെട്ട വിഷയമല്ല. പക്ഷെ ആളുകൾ അത് മനസ്സിലാക്കുന്നതൊരു സുന്നത്താണ്. അതും
ആ കഞ്ഞിമൂല എന്ന് പറയാൻ എന്താണ് അതിൻ്റെ അസുല്, ആ വിശ്വാസം എന്താണ്? ഒരു ഉപകാരം, ഒരു ഉപദ്രവം, അതല്ലേ? ഇങ്ങനെ ചെയ്താൽ ഇന്ന ആൾ വന്ന് തന്നെ ചെയ്യണം. ഒരു എഞ്ചിനീയർ ഭൗതികമായി പഠിച്ച വിദ്യ അനുസരിച്ച് ഇവിടെ ബാത്റൂം പണിഞ്ഞാൽ, ഇവിടെ റൂം പണിഞ്ഞാൽ കാറ്റും വെളിച്ചവും കിട്ടും എന്ന അടിസ്ഥാനത്തിലല്ലല്ലോ അത്. മറിച്ച് അതിൻ്റെ പിന്നിലൊരു വിശ്വാസമുണ്ട്. കാരണം ഇവിടെ ചെയ്താൽ മറ്റേ പോക്കുണ്ടാവില്ല, ഇവിടെ വന്നാൽ ആ സന്തോഷം കിട്ടും, ഇവിടെ വന്നാൽ അങ്ങനെ, ഇവിടെ വന്നാൽ ഇങ്ങനെ. എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? ബാത്റൂമുകൾ പൊളിച്ചു മാറ്റി, അടുക്കള അങ്ങോട്ടാക്കാൻ പറഞ്ഞു, മുൻവശം തെക്ക് പടിഞ്ഞാറ്. ഈ രൂപത്തിൽ ഇത് ആര് പഠിപ്പിച്ചു സംസ്കാരം? എന്നിട്ട് നമ്മൾ ആ വീട് കൂടുന്ന സമയത്ത് പാല് കാച്ചൽ എന്താണ് സംഭവം എന്നറിയാം നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചത് ആ കാച്ചൽ. പാല് കുടിച്ചിട്ടുണ്ട്, പക്ഷെ ആ പാല് വീട്ടിൽ എന്താ വിശ്വാസം? നമ്മൾ പറയും നമുക്ക് വേറെ വിശ്വാസമൊന്നുമില്ലേ? നമ്മുടെ മനസ്സിൽ പാല് കാച്ചി ചായ കൊടുക്കണ്ടേ? ചായ കൊടുക്കാനാണെങ്കിൽ പാല് കാച്ചണ്ടേ? പാല് കാച്ചാണ്ട് ചായ ഉണ്ടാവോ? ഇതൊക്കെയാണ് ചോദ്യം ആൾക്കാരുടെ. അവരുടെ ഒറ്റ കാര്യമുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ത്വയ്റതു മാ അംളാക ഔ റദ്ദക. ഒരു കാര്യം അത് ചെയ്താൽ ഈ ഉപകാരമുണ്ടാകും, ഈ ഉപദ്രവം ഉണ്ടാകും എന്ന നിലക്ക് മുന്നോട്ട് പോവുകയോ പിന്നോട്ട് വരികയോ ചെയ്യുക, അതാണ് ശകുനം. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാല് കാച്ചി അത് പുറത്തേക്ക് ഇങ്ങനെ തുളുമ്പി വരണ്ടേ? വരണം. എവിടുന്ന് കിട്ടണം ആ വിശ്വാസം? അത് വന്നില്ലെങ്കിലോ അവിടെയാണ് മാ അംവാക ഔ റദ്ദക. അത് വന്നില്ലെങ്കിലോ അവലക്ഷണമാണ്, ദുസ്സൂചനയാണ്. എന്നിട്ട് അതെല്ലാവർക്കും കൊടുക്കണം. ഒന്നുകൂടി ആഴ്ത്തിപ്പോയ അരിയും മറ്റു കാര്യങ്ങൾ വേറെ ഉണ്ട്, പക്ഷേ ഇവിടത്തേക്ക് കുറച്ച് ഒതുങ്ങി പാല് കാച്ചൽ. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് കുറേ ആളുകൾക്ക് കുറച്ച് പണിയാണ് അത് ന്യായീകരിച്ച് ഒന്ന് ഉഷാറാക്കി എടുക്കാൻ. ജമാഅത്ത് നിസ്കാരം ആദ്യത്തെ വീട്ടിലേക്ക് കയറുകയാണ്, എന്നിട്ട് ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർ വീട്ടിലാണ്. സ്വാഭാവികമായും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നല്ലൊരു വീട് പണിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ജമാഅത്തിന് അത്ര കൂലിയില്ലേ? സഹോദര, പുരുഷന്മാർ പള്ളിയിൽ പോയിക്കോ, പോകുന്നതിന് മുമ്പ് സുന്നത്ത് പണി വിട്ട് നിസ്കരിച്ചോ, എന്നിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചു വാ. സ്ത്രീകളോട് പറ ജമാഅത്ത് നിസ്കരിക്കാൻ. അതല്ലാതെ പുരുഷന്മാർ ബർക്കത്തിന് വേണ്ടി ഇവിടെ വന്ന് നിസ്കരിക്കലല്ല. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അതിലൊരു പുണ്യം ഉണ്ടാവില്ല. മറിച്ച് മറ്റേ വിശ്വാസം ഉണ്ടല്ലോ, അത് നമ്മൾ എത്തിക്കുന്നത് ശിർക്കിലേക്കും മറ്റ് അബദ്ധ വിശ്വാസങ്ങളിലേക്കുമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് എവിടുന്ന് കിട്ടിയ ആചാരം? എന്തിനു ചെയ്യുന്നു? എന്തിനു പേറുന്നു? ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ സമൂഹത്തോട്? ഇത് നമ്മുടേതല്ലത്. അതിൻ്റെ പിന്നിൽ സഹോദരങ്ങളോട് ചോദിച്ചു നോക്ക്, എന്താണ് ഇങ്ങനെ പാല് കാച്ചി തുളുമ്പുന്നതിൻ്റെ ആ അസുൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞുതരും. ഇന്ന ദേവന്മാരെ ഈ രൂപത്തിൽ വരുന്ന ആളുകളെ ഒന്ന് സമാധാനിപ്പിക്കുക. ഇവിടെ കന്നിമൂലടിക്കുന്നതെന്ന് ചോദിച്ചു നോക്കുക, അവിടുന്ന് നമുക്കിത് കിട്ടിയത്. എന്നിട്ട് നമ്മളിങ്ങനെ പേരണം. അതെങ്ങാനും ചെയ്യാതിരുന്നാൽ പിന്നെ സംഭവിക്കുന്നതെന്നറിയോ? മറ്റേത് ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞ വീട് കൂടുന്ന സമയത്ത് പാല് കാച്ചില്ലല്ലോ, അല്ലെങ്കിൽ മറ്റേത് നോക്കിയില്ലല്ലോ, അതിൻ്റെ ഷെറാണ് അനുഭവിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നൊരവസ്ഥ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക, അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിക്കുക, ഒരു മുസ്ലിമിനൊരു കുലുക്കവും ഇല്ല. കാരണം അള്ളാഹു തീരുമാനിച്ചു. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, മാ നദിമ മൻ ഇസ്തഖാറ അൽ ഖാലിഖ വശാവറ അൽ മഖ്ലൂഖീന വസബത ഫി അംരി. ഒരാൾ ഇസ്തിഖാറത്തിന് വേണ്ടി അള്ളാഹിനോട് തേടി, ഒരു മുസ്ലിം, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ സൃഷ്ടികളോട് കൂടിയാലോചന നടത്തി കാര്യത്തിൽ ഉറച്ചു നിന്നു. അവൻ പേടിക്കേണ്ട, അവൻ ഖേദിക്കേണ്ട വരില്ല എന്നാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സൃഷ്ടാവായ അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത്. അറിയോ നമുക്ക് എന്താ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും കുഴിച്ചിടലല്ല ഇസ്തിഖാറത്ത്, മറിച്ച് റബ്ബിനോട് ചോദിക്കലാണ്. അള്ളാഹു ഗുണം തരണേ എന്ന് അള്ളാഹിനോട് ചോദിച്ചൊരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? ദുനിയാവിൽ ഇത്ര കാലം ജീവിച്ചിട്ട് 2 റക്അത്ത് നിസ്കാരമാണത്, ഇസ്തിഖാറത്തിൻ്റെ നമസ്കാരം. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഒരു വിശ്വാസിക്ക് ഖേദിക്കേണ്ടി വരില്ലടോ. ആ ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം അള്ളാഹിനോട് ചോദിച്ചു, ശേഷം മഖ്ലൂഖീങ്ങളോട്, അനുഭവസ്ഥരായ ആൾക്കാരോട് നിന്ന് കൂടിയാലോചന നടത്തി, ഒരു വസബത ഫി അംരി, ആ കാര്യത്തിൽ ഉറച്ചു നിന്നു. ഖേദിക്കൂല, എന്ത് സംഭവിച്ചാലും ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്, ഖേദിക്കേണ്ടി വരില്ല. മറ്റേതങ്ങനല്ലല്ലോ. മറ്റേ ഈ നിസ്കാരം തന്നെ അത് പേരില്ല, അതങ്ങനെ വേണ്ടി നിസ്കരിച്ചോ, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരാളെ കൊണ്ടുവരിക, അവിടെ പ്രത്യേകമായി ചില വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മാത്രം ഇത് കഴിഞ്ഞു, അതല്ല. മറിച്ച് ഉപകാരവും ഉപദ്രവവും ശരി യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ,
മഹാന്മാരായ സ്വഹാബത്ത് എന്തിൽ നിന്ന് ഭയന്നോ, എന്ത് വിഷയത്തെ കൊണ്ടാണോ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശുദ്ധ ഖുർആനിലും ഹദീസിലും ചരിത്രത്തിലും കാണാൻ കഴിയുന്നത്, ആ ദുഷിച്ച ജാഹിലിയത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് ഒരംശം പോലും ഇല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കണം ഇതുപോലെയുള്ള ഒരുപാട് വിശ്വാസങ്ങളിൽ നിന്ന്, ഇത്തരത്തിലുള്ള ചങ്ങലകളിൽ നിന്ന്. അതുകൊണ്ടുണ്ടാവുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവർക്കും കുടുംബത്തിനും നാശവും നഷ്ടവും, ബന്ധങ്ങൾ വരെ തകർന്നു പോയത് നമുക്കറിയില്ലേ. എത്ര ആൾക്കാർ നശിച്ചിട്ടുണ്ടെന്ന് പറയും വിശ്വാസം കൊണ്ട്. എത്ര കുടുംബം നല്ലപോലെ പോയ കുടുംബമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ കയറി വരുന്ന മരുമക്കളെക്കുറിച്ചും പുതിയതായി വരുന്ന സ്റ്റാഫുകളെ കുറിച്ചൊക്കെ പറയണ ആ സംസാരം ഉണ്ടല്ലോ, അത് മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് കിടക്കും. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ തേട്ടി വരും. മറ്റോൻ പറഞ്ഞ പോലെ ശരിയാണ് കേട്ടോ, മറ്റോൾ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ അവൻ കയറിയതിന് ശേഷമാണ് ഇതിങ്ങനെ വരരുതേ. ഇതല്ല ഒരു മുസ്ലിമിൻ്റെ മനസ്സ്. ആ ഖൽബ് അള്ളാഹുമായിട്ട് ബന്ധമുള്ളതാണ്, തവക്കുലാണ്. എന്നാൽ ഈ വിശ്വാസമുള്ളവന് തവക്കുലിൽ ഇളക്കുണ്ടാകും. അവൻ യഥാർത്ഥ തവക്കുലുള്ളവനായി മാറുന്നില്ല, മുതവക്കിലായി മാറുന്നില്ല. മറിച്ച് അവൻ്റെ തവക്കുൽ മറ്റേതെങ്കിലൊക്കെയാണ്. അവനിങ്ങനെ മാറി മറിഞ്ഞിരിക്കും, അവനൊരു ഉറപ്പുണ്ടാവില്ല, ഇത് ശരിയാവില്ല, അത് ശരിയാവില്ല. അതാണ് വന്നൽ ജാഹിലിയ, ജാഹിലിയത്തിൻ്റെ ആ ചിന്ത. അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ചിന്ത അവർക്ക് ഉണ്ടാവുക, ഇത് ശരിയാവില്ല, നടക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. കുറ്റപ്പെടുത്തേണ്ടത് നമ്മളെയാണ്, തിരുത്തേണ്ടത് നമ്മളാണ്. ആ സംസ്കാരം നമ്മളുടേതല്ല. ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല, അത് അബദ്ധവിശ്വാസമാണ്, അത് അന്ധവിശ്വാസമാണ്. ഷിർക്കിലേക്ക് നമ്മൾ എത്തിക്കുന്നതും ഷിർക്കൻ വിശ്വാസവുമാണ്. അള്ളാഹു ഹറാമാക്കിയ വിശ്വാസങ്ങളുണ്ട്, വെറുക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി സംസ്കാരങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ദീൻ പഠിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കുക. അള്ളാഹു വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ പറഞ്ഞു പോയി. ചെറുപ്പക്കാരനാണ്, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഏതു സമയത്തും എന്തിനു മുന്നിലുണ്ടാവുന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അമലുകൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പെട്ടെന്ന് പല ആളുകളും ഞെട്ടിപ്പോയി. ഒരുപാട് മരണവാർത്തകളും മയ്യത്തുകളും പല ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും കയറി വരുന്നവരൊക്കെ തിരിച്ചു വരുമ്പോൾ നിറകണ്ണുകളോടുകൂടി വരുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ആ മയ്യത്തിൻ്റെ അടുത്ത് ഏകദേശം ഒരു 10-11 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, കഴിഞ്ഞ ദിവസം ഉപ്പാൻ്റെ മരണവാർത്ത അറിഞ്ഞതുപോലെ ആ കുട്ടി കരച്ചിൽ നിർത്തിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്നിട്ട് നമ്മളിങ്ങനെ വെറുപ്പും ദേഷ്യവും, മരുമക്കളും അമ്മായമ്മയും സഹോദരങ്ങളും അയൽവാസികളും കൂടെ ജോലി ചെയ്യുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. ഓൻ്റെ ഞാൻ കല്യാണം വിളിക്കൂല, എൻ്റെ മയ്യത്ത് പോലും കാണൂല. എന്ത് ദുഷിച്ച സംസ്കാരമാണ് നമ്മുടേത്, എന്ത് മനസ്സാണ് നമ്മളുടേത്. ഒരു കുറഞ്ഞ സമയം മതി നമുക്കത്. കഴിഞ്ഞില്ല കാര്യം. ആരാണ് ഇവിടെ വിജയിച്ചത്? ദുനിയാവിൽ ഒരുത്തൻ്റെ നാശം കാണാൻ വേണ്ടി കൊതിച്ചു നമ്മൾ. എന്നിട്ട് അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആഹാരം അവിടെ പരാജയപ്പെട്ടത്, നമ്മളെ പരാജയപ്പെട്ടത്. നേരെ മറിച്ച് ക്ഷമിച്ചു നോക്ക്, ഒന്ന് വിട്ടുവെച്ച് നോക്ക്, നമ്മൾ വിജയിച്ചു അള്ളാൻ്റെ മുമ്പിൽ. അതല്ലാതെ ഇങ്ങനെ കൊണ്ടെടുക്കരുത്. ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ മരണം. സജീവമായി നമ്മുടെ മുമ്പിൽ നിന്ന പല ആളുകളും പെട്ടെന്നൊരു ദിവസം, ഇന്ന് രാത്രി മുഴുവനാക്കാൻ കഴിയും നമുക്ക് എന്തോ ഉറപ്പുള്ള ഒന്നുമില്ല. എന്നിട്ട് നമുക്ക് എന്തിനാ ദേഷ്യം, എന്തിനാ പരിസരം പാക്ക, ഒഴിവാക്കിക്കൂടെ നമുക്ക്. അള്ളാഹു ആ സഹോദരന് ഖബറിടം വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തിന് നമുക്ക് ഒരുമിച്ചുള്ള തൗഫീക്ക് പ്രദാനം ചെയ്തിരിക്കുമാറാകട്ടെ. ആ വീട്ടുകാർക്ക് ആ വേദനയെ തൊട്ട് താങ്ങാൻ, ക്ഷമിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുമാറാകട്ടെ. ആ മക്കൾക്ക് അള്ളാഹു നല്ല ഭാവി, ദുനിയാവിലും ആഖിറത്തിലും നല്ല ഭാവി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങൾ രോഗിയായി കഴിയുന്നുണ്ട്. എല്ലാ ആഴ്ചയും സൂചിപ്പിക്കുന്നത് പോലെ പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും, എല്ലാ രോഗികൾക്കും അള്ളാഹു ഇത്രയും നല്ല ശിഫ നൽകി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ക്ഷമിക്കുന്നതിൽ അള്ളാഹു രോഗികൾക്ക് സന്തോഷ വാർത്ത ഉണ്ടല്ലോ, അത് എന്തെങ്കിലുമൊക്കെ അപാകതകൾ അവർക്കുണ്ടെങ്കിൽ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അത് മായ്ച്ചു കളയുകയും അവരനുഭവിച്ച ആ പരീക്ഷണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രോഗികളെ കൊണ്ട് കുറേ ആളുകൾ കരയുന്നുണ്ട്, ഉറക്കം കളയുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ വാപ്പ ഉമ്മ രാത്രി ചിലപ്പോൾ ഉറക്കം കളയേണ്ടി വരും, രാവിലെ ജോലിക്ക് വേണ്ടി വരും. അങ്ങനെ ഖിദ്മത്ത് ചെയ്യുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് വിശാലമായി ക്ഷമിക്കാനും സഹിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, അതുപോലെ തന്നെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിൻ്റെ വിഷയം കഴിവിൻ്റെ പരമാവധി നമ്മളാൽ കഴിയുന്നത് അള്ളാഹുവിന് വേണ്ടി നൽകുക. അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായുള്ള പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും നന്മയിൽ മുന്നിടാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിൻ്റെ വെള്ളം കുടിക്കാൻ മഹാഭാഗ്യം സിദ്ധിച്ചവരിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് അമാനത്തായി നൽകിയ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സന്താനങ്ങൾ അള്ളാഹു നിനക്ക് ഇഷ്ടമുള്ള, നിനക്ക് തൃപ്തിയും പൊരുത്തമുള്ള നല്ല മക്കളായി വളർത്താനും ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെട്ട സ്വാലിഹായ മക്കളാക്കി അള്ളാഹു മാറ്റി തരുമാറാകണം. അള്ളാഹു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങൾക്കിടയിലുള്ള മവദ്ദത്തും റഹ്മത്തും അള്ളാഹുവെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകണം. അള്ളാഹുവെ, ആ ജാഹിലിയത്തിലുള്ള ദുഷിച്ച സംസ്കാരങ്ങൾ, അന്ധവിശ്വാസങ്ങളിൽ അറിഞ്ഞോ അറിയാതെ ഞങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. സൂചിപ്പിക്കാൻ വിട്ടുവൊരു വിഷയം, അങ്ങനെ ഒരു വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ ഒരിക്കലും മടി കാണിക്കരുത്. റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാൻ. അള്ളാഹുവെ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങൾ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം സംഭവിച്ചിട്ടുണ്ടാവും. അള്ളാഹുവെ, പുറത്തു തരണം. അള്ളാഹ് അർഹമുറാഹിമിനായ റബ്ബ് ഗഫൂറാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവൻ, ഗഫാറാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിനെ തേടുക. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ വചനം ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب، إنك أنت الوهاب، إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين. وأقيم الصلاة. الله أكبر، الله أكبر.